ഇതൊരു ഹെഡ് ടീച്ചർ ആണെന്ന് വിചാരിക്കുക. ഈ വരുന്ന കാണുമ്പോഴേ തന്നെ ഇവിടെ ആദ്യമായി. ഓക്കെ, എന്നാ പ്രശ്നം? ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അതിനെ അടുത്തിരുത്തി റാപ്പോ ബിൽഡിംഗ് ഒക്കെ ഒന്ന് നടത്തി, ഏത് കുട്ടികളാണെങ്കിൽ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ കൊച്ചിന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? എന്നോടും ചോദിക്കാം, ഈ കൊച്ചിനോടും ചോദിക്കാം. ഞാൻ ആരാ? ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിന്റെ കൂടെ വന്നയാളാ. ഓക്കെ, എന്നോട് ചോദിക്കാം. അതിനുശേഷം എന്നെ ഇറക്കി വിട്ടതിന് ശേഷം, അവിടെ വെച്ച് തന്നെ ചോദിക്കരുത്, എന്നെ ഇറക്കി വിട്ടതിന് ശേഷം ചോദിക്കുക. എന്ത്? ഈ കൊച്ചിന്റെ പ്രോബ്ലം എന്താണെന്ന് കൊച്ചിനോട് ചോദിക്കുക. ഏകദേശം ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ഓക്കെ, അപ്പം എന്താണ് ഈ ചോദിക്കുന്ന പ്രോസസ്സിന് പറയുന്നത് MSE എന്ന് പറയും, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ മൊത്തമായിട്ടൊന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, ആ കൊച്ചിന്റെ രീതി കാര്യങ്ങളൊക്കെ നോക്കി, അതിന്റെ നോട്ടം കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ.